അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിഖ് വിഷയത്തിൽ നിന്നും 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് കൊല്ലപരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ചോദ്യങ്ങളായിട്ടാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. ഇവിടെ കുറേ ഓപ്ഷനുകൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിന് താഴത്തെ വരിയുമായി യോജിച്ച് ഏതാണെന്ന് മനസ്സിലാക്കി താഴത്തേക്ക് എഴുതിയെടുക്കാം. 1. മറ കൂടാതെ ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം ഡാഷ്. മറ കൂടാതെ ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? അത് ഹറാമാണ്, ചെയ്യാൻ പാടില്ല. 2. വിസർജനത്തിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ സ്ഥലങ്ങളിൽ ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം ഡാഷ്. അവിടെ അനുവദനീയമാണ്, പ്രത്യേകം തയ്യാറാക്കിയതല്ലേ. 3. 2 സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം. 2 സുജൂദിൻ്റെ ഇടയിൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ് ഇരിക്കേണ്ടത്. അങ്ങനെ ഇരിക്കുന്നതിൻ്റെ വിധി സുന്നത്താണ്. 4. നിസ്കാരത്തിൽ ആദ്യത്തെ സലാം വീട്ടൽ മാത്രമാണ് ഡാഷ്. നിസ്കാരത്തിൽ ആദ്യത്തെ സലാം വീട്ടൽ മാത്രമാണ് എന്ത്? നിർബന്ധമുള്ളത് അല്ലേ, നിർബന്ധം. രണ്ടാമത്തെ സലാം വീട്ടുക എന്നത് സുന്നത്താണ്. ചിലപ്പോൾ പരീക്ഷ അങ്ങനെയും ചോദിക്കാം. രണ്ടാമത്തെ സലാം വീട്ടൽ എന്താണ് നിസ്കാരത്തിൽ? അത് സുന്നത്താണ്. ഒന്നാമത്തത് നിർബന്ധമാണ്, ഫർളാണ്. ഇനി 5. വിവേകമുള്ള കുട്ടികൾക്ക് പഠിക്കേണ്ട ആവശ്യത്തിന് മുസ്ഹഫ് തൊടുന്നതിന് വുളൂ ഡാഷ്, നിർബന്ധമില്ല. ഇനി അടുത്ത പ്രവർത്തനമാണ്, പൂർത്തിയാക്കാം. 1. നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയാത്ത് ഓതൽ. നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയാത്ത് ഓതൽ എന്താണ്? അത് ഫർളാണ്. അവിടെ എഴുതി കൊടുക്കാം, ഫർള്. 2. നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയാത്ത് ഓതുമ്പോൾ പ്രത്യേകം രീതിയിൽ ഇരിക്കൽ. പ്രത്യേക രീതിയിൽ ഇരിക്കുക, അതെന്താണ്? പൂരിപ്പിച്ചു കൊടുക്കാം. നിസ്കാരത്തിലെ അവസാനത്തെ അത്തഹിയാത്ത് ഓതുമ്പോൾ പ്രത്യേക രീതിയിൽ ഇരിക്കൽ അത് സുന്നത്താണ്. സുന്നത്ത് എഴുതി കൊടുത്താൽ മതി, സുന്നത്താണ്. 3. നിസ്കാരം നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ തൊട്ട് നാം ഡാഷ്, സൂക്ഷിക്കണം. മൂന്നാമത്തെ സൂക്ഷിക്കണം. 4. നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ വജ്ജഹത്ത് ഓതലും ഡാഷ്, എന്താണ്? സുന്നത്താണ്. 5. റുക്കൂഇൽ നിന്ന് ഉയർന്നു ആദ്യ അവസ്ഥയിൽ എത്തിച്ചേരുന്നതാണ്. റുക്കൂഇൽ നിന്ന് ഉയർന്നിട്ട് ആദ്യമുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിനാണ് എന്ത് പറയുക? ഇഅ്തിദാൽ. ഇനി അടുത്ത പ്രവർത്തനം 2 വീതം എഴുതാം എന്നുള്ളതാണ്. ഈ 2 ഉദാഹരണം എഴുതുക. 1. അബ്ആദ് സുന്നത്ത്. അബ്ആദ് സുന്നത്തുകൾ 7 എണ്ണമാണ്. അതിൽ ഈ 2 ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുക. 1. ഒന്നാമത്തെ അത്തഹിയാത്ത് ഓതൽ. അതുപോലെ അതിൻ്റെ നേരെ യോജിക്കുന്ന ഒന്നാണ് കുനൂത്ത് ഓതുക. ഇത് രണ്ടൊന്നും ഓർമ്മിച്ച് വെച്ചാൽ മതി. ആദ്യത്തെ അത്തഹിയാത്ത് ഓതലും അതുപോലെ കുനൂത്ത് ഓതലും. ഇനി 2. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ കുറേ പറയുന്നുണ്ട്. 1. നിസ്കാരത്തിൻ്റെ ഫറളുകളിൽ വല്ലതും ഒഴിവാക്കുക. 2. ഏതെങ്കിലും ഒരു ഷർത്തിന് ഭംഗം വരിക. 3. രണ്ടക്ഷരമോ അതല്ലെങ്കിൽ അർത്ഥമുള്ള ഒരക്ഷരമോ ഉച്ചരിക്കുക. 4. തുടർച്ചയായിട്ട് 3 തവണ അനങ്ങുക. 5. ഉമിനീർ അല്ലാത്ത ഏതെങ്കിലും വസ്തു ഉള്ളിലേക്ക് പ്രവേശിക്കുക. ഇതൊക്കെ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളാണ്. ഇനി 3. നിസ്കാരത്തിൽ കറാഹത്തുള്ള കാര്യങ്ങൾ. 1. നിസ്കാരത്തിൽ കാലുകൾ ചേർത്ത് വെക്കുക. അതുപോലെ തലയും ചുമലും തുറന്നിടൽ. മറ്റൊന്ന് ഒരു കാലിൽ നിൽക്കൽ. വേറെ മുകളിലേക്ക് നോക്കലും തിരിഞ്ഞു നോക്കലും. മറ്റൊന്ന് വസ്ത്രം, മുടി എന്നിവ
ചുരുട്ടി വെക്കൽ. മറ്റൊന്ന് നടുവിന് കൈ കൊടുക്കുക. ഇതൊക്കെ കറാഹത്തായ കാര്യങ്ങളാണ്. ഇനി അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ളതാണ്. ഒന്ന്, അത്തഹിയാത്തിൽ വലതു കൈയിൻ്റെ ചൂണ്ടുവിരൽ ഉയർത്തൽ സുന്നത്താണ്. എപ്പോൾ? അത്തഹിയാത്തിൽ ഏത് സമയത്താണ് ചൂണ്ടുവിരൽ ഉയർത്തുക എന്നത് സുന്നത്തുള്ളത്? അത് ഇല്ലല്ലാ എന്ന് ഉച്ചരിക്കുമ്പോഴാണ്. അത്തഹിയാത്തിലെ ഇല്ലല്ലാ എന്ന് ഉച്ചരിക്കുമ്പോഴാണ് കൈകൾ ഉയർത്തൽ സുന്നത്തുള്ളത്. 2, തർത്തീബ്. എന്തിനാണ് തർത്തീബ് എന്ന് പറയുക? ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നിസ്കാരത്തിൻ്റെ ഫറളുകൾ അതെല്ലാതും എല്ലാ കാര്യങ്ങളും ക്രമപ്രകാരം തെറ്റാതെ ചെയ്യണം. അതിനാണ് തർത്തീബ് എന്ന് പറയാം. 3, തുമഇനീനത്ത് നിർബന്ധമായ സ്ഥലങ്ങൾ. എപ്പോഴൊക്കെയാണ് തുമഇനീനത്ത് നിർബന്ധമുള്ളത്? ഏതിലൊക്കെയാണ്? ആ ഫറളുകൾ എഴുതി കൊടുത്താൽ മതി. 1, റുക്കൂഅ്. 2, ഇഅ്തിദാൽ. 3, സുജൂദുകൾ. ഇതിലൊക്കെയാണ് തുമഇനീനത്ത് ആവശ്യമുള്ളത്. ചിലപ്പോൾ ഇതിൻ്റെ വേറൊരു രീതിയിലുള്ള ചോദ്യം വരും. എന്താണ് തുമഇനീനത്ത്? അതിൻ്റെ വിവക്ഷ എഴുതാൻ വരും. തുമഇനീനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അനക്കം, അടങ്ങുക എന്നതാണ്. അതാണ് അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ അർത്ഥം. ഇനി 4, കൈവിരലുകളുടെ തല കൊണ്ട് മനുഷ്യരുടെ മുൻദ്വാരം തൊട്ടാൽ വുളൂ മുറിയോ? ഇല്ല. നമ്മളത് വുളൂ നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യ സ്ഥാനം സ്പർശിക്കുക. അവിടെ വിരലുകളുടെ തലയോ അതല്ലെങ്കിൽ അവയുടെ വിരലിൻ്റെ ഇടയോ ഇവ കൊണ്ട് തൊട്ടാൽ വുളൂ മുറിയുന്നതല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് കാരണം. ഇനി അർത്ഥം എഴുതാം. 1, വബാരിക്കിലി ഫീമ അഅ്തൈത. അതിൻ്റെ അർത്ഥം എഴുതി കൊടുക്കുക. എന്താണ് അർത്ഥം? നീ നൽകിയതിൽ എനിക്ക് നീ ബറക്കത്ത് നൽകണമേ. 2, വആഫിനി ഫീമൻ ആഫൈത. അതിൻ്റെ അർത്ഥം നീ സൗഖ്യം നൽകിയവരോടൊപ്പം എനിക്കും സൗഖ്യം നൽകണമേ. അതായത് സുഖം, നീ സുഖം നൽകിയവരോടൊപ്പം എനിക്കും നീ സുഖം നൽകണമേ. ഇനി എന്താണ് ചൊല്ലേണ്ടത്? സുജൂദ് ചെയ്യുമ്പോൾ എന്താ ചൊല്ലുക? സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി. 2 സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹദിനി വആഫിനി. ഇനി ഉത്തരം എഴുതാമെന്നുള്ള പ്രവർത്തനമാണ്. 1, ഫാത്തിഹയിൽ സൂക്ഷിക്കൽ നിർബന്ധമാണ്. എന്തെല്ലാം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയിൽ ആവർത്തിച്ച് വരാം. കാരണം ഇതിനു മുമ്പുള്ള പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? അക്ഷരങ്ങളുടെ മഖ്റജുകൾ, അതുപോലെ വിശേഷണങ്ങൾ, ഷദ്, മദ്, ഇതൊക്കെ സൂക്ഷിച്ചോതേണ്ടതാണ്. 2, ളുഹ്ർ നിസ്കാരത്തിൻ്റെ നിയത്ത് അറബിയിൽ എഴുതാൻ. എങ്ങനെ എഴുതാ? ഉസല്ലി ഫർള-ളുഹ്രി 4 റക്അഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല. ഇതോടുകൂടെ ഫിഖ്ഹിലെ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചു. ഇതുപോലെ നമ്മുടെ 3ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.